ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ് റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾ മാത്രമല്ലേ ഇനി ബാക്കിയുള്ളൂ. ഈ പുതിയൊരു വർഷത്തിൽ നമുക്കും പുതിയൊരാളായി മാറാം. നമ്മളെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് ചേഞ്ചസൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഈ 2025 ഞാൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ലൈഫ് ഒരു പ്രൊഡക്റ്റീവ് ലൈഫാക്കി മാറ്റുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞതല്ല ഈ 2024 പ്ലാൻ ചെയ്തത് ഏകദേശം എനിക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. എന്ന് കരുതി ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. എൻ്റെ ലൈഫിൽ ഇനിയും കുറേ ചേഞ്ചസൊക്കെ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ 2025 പ്ലാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനർ വളരെ സിമ്പിളാണ്. കാരണം എൻ്റെ കയ്യിലൊരു നോട്ട്ബുക്കും പെന്നും മാത്രമേ ഉള്ളൂ. വേറെ കളേഴ്സോ സ്റ്റിക്കേഴ്സോ അങ്ങനെ യാതൊരു ഡെക്കറേറ്റീവായിട്ടുള്ള ഐറ്റംസും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. എന്ന് കരുതിയിട്ട് എനിക്ക് ന്യൂ ഇയർ പ്ലാനർ ഉണ്ടാക്കാതിരിക്കാനും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ള സാധനം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാനർ റെഡിയാക്കാമെന്ന്. പിന്നെ ഡെക്കറേഷനൊന്നല്ലല്ലോ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ എഴുതുന്ന ഓരോ ഗോൾസിനാണ് ഇമ്പോർട്ടൻസ്. എന്നാൽ നമുക്ക് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ന്യൂ ഇയർ 2025 റെസൊല്യൂഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളെ ഡ്രീംസാണ്. ഈ 2025 നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നടന്നു കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ വർഷം ന്യൂ ഇയർ പ്ലാനർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിങ്ങളെ ഡ്രീംസ് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങളെ ഡ്രീംസ് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എൻ്റേത് ഞാനന്ന് എഴുതി വെച്ചതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്കത് നടത്തി തരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഓരോന്നിനും ഓരോ സമയം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നു കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഡ്രീംസ് എന്തൊക്കെയെന്നുള്ളതൊന്ന് എഴുതി വെക്കുക. അത് വലിയ കാര്യമായിക്കോട്ടെ ചെറിയ കാര്യമായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങളത് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ വർഷാവസാനമായാൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അള്ളാഹു നമ്മൾ ആഗ്രഹിച്ച എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നടത്തി തന്നിട്ടുണ്ട് എന്നുള്ളത്. അതിൽ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ പറയുക. ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ആ കാര്യം തന്നെ അള്ളാഹു നടത്തി തരും, അതല്ലെങ്കിൽ അതിനേക്കാളും മികച്ചത് അള്ളാഹു നമുക്ക് തരും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മളെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഗോൾസായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് വി ഫൈൻഡ് അവർ ഓൺ ഹാപ്പിനെസ്. നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. നമ്മളെ ഹാപ്പിനെസ് എന്തൊക്കെയെന്നുള്ളത് അത് നമുക്കേ അറിയുള്ളൂ. മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം കണ്ടെത്തുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. ചില ആളുകൾക്ക് പുറത്തൊക്കെ പോകാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. ചില ആളുകൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട റെസിപ്പീസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളായാലും കുഴപ്പമില്ല. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുക. ഈ ഒരു കാര്യം ഞാൻ എൻ്റെ മുന്നുള്ള വീഡിയോസിലൊക്കെ പറയാറുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഓർക്കാനേ ടൈം കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും, നമ്മളെ മൈൻഡ് റിലാക്സ് ആവുകയും ചെയ്യും. രണ്ടാമത്തെ ഗോൾസാണ് പോസിറ്റീവ് മൈൻഡ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ്. നല്ലത് മാത്രം നിങ്ങൾ ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു നല്ലൊരു പ്രതീക്ഷയോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ഗോൾസാണ് ട്രൈ ടു ലീഡ് ആൻ ഓർഗനൈസ്ഡ് ലൈഫ്. നല്ല അടുക്കും ചിട്ടയും ഒക്കെയുള്ളൊരു ജീവിത രീതിയാക്കി മാറ്റുക നമ്മളത്. നിങ്ങളിപ്പോൾ എന്നും നേരത്തെ എണീക്കുക, കറക്റ്റായിട്ട് നിസ്കരിക്കുക, കറക്റ്റായി ഫുഡ് കഴിക്കുക, യാതൊരു മടിയില്ലാതെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി തന്നെ ചെയ്ത് തീർക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിട്ടയായൊരു ജീവിത രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫല്ല എങ്കിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക.
ഒറ്റയടിക്കൊന്നും ഒരാൾക്ക് ലൈഫ് ചേഞ്ച് ആക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തുടക്കത്തിലൊന്നും നിങ്ങൾക്കങ്ങനെ മാറാൻ പറ്റിയില്ലെങ്കിലും ഈ വർഷാവസാനമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളെ ലൈഫ് ഒരു പ്രൊഡക്റ്റീവ് ലൈഫാക്കി മാറ്റാൻ ശ്രമിക്കുക. അടുത്തൊരു ഗോളാണ് ഹിയർ ഓർ റീഡ് ബുക്സ്. നല്ല നല്ല ബുക്സൊക്കെ വായിക്കുക. നിങ്ങൾക്ക് വായനാശീലം ഉള്ള ആളാണെങ്കിൽ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ ബുക്സൊന്നും വായിക്കാത്ത ആളാണെങ്കിൽ ഇനി മുതൽ അതൊന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ നമ്മളെ ഫോണിൽ തന്നെ ഒരുപാട് ആപ്സൊക്കെ ഉണ്ട് നല്ല നല്ല സ്റ്റോറീസ് ഉള്ളത്. അതല്ലെങ്കിൽ നമ്മളെ നബിമാരുടെയും കുറേ മഹാന്മാരുടെയൊക്കെ ജീവചരിത്രങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അത് നമ്മൾ പേഴ്സണൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഗോളാണ് ലേൺ എ ന്യൂ സ്കിൽ ഓർ ഹോബീസ്. നിങ്ങളെ ഹോബീസ് എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ചില ആളുകൾക്ക് ഡ്രോയിങ്, പെയിൻറ്റിങ്, ക്രാഫ്റ്റ്, അതല്ലെങ്കിൽ സ്റ്റിച്ചിങ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഹോബീസും സ്കിൽസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ ആളാണെങ്കിലും കുട്ടികളുള്ള ആളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഹോബീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഗോളാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. ഓരോ ദിവസവും നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്നുള്ളതൊന്ന് നോക്കുക. ഇപ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ചെറിയ കാര്യമായിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് നടക്കാൻ കഴിയുന്നത്, ഇരിക്കാൻ കഴിയുന്നത്, അതുപോലെ നമുക്ക് കറക്റ്റ് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത്, അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് അൽഹംദുലില്ലാ പറയുക. എനിക്കത് തന്നില്ലല്ലോ, ഈ ആഗ്രഹം നടന്നില്ലല്ലോ, അങ്ങനെയുള്ള പരാതികളല്ലാതെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിലൊക്കെ നന്ദി പറയുക. അപ്പോഴാണ് അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തരുള്ളൂ. അടുത്തൊരു ഗോളാണ് സ്റ്റാർട്ട് ജേർണലിങ്. നിങ്ങൾ ജേർണലിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 24-25 വയസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജേർണലിങ് ചെയ്യുക. ഇനി നിങ്ങളെ ലൈഫ് എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതും ഒന്ന് എഴുതി വെക്കുക. ഞാനിപ്പോൾ അടുത്താണ് ജേർണലിങ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഓരോ വർഷത്തിലുള്ള കാര്യങ്ങളും ഞാൻ അതിൽ എഴുതി വെക്കാറുണ്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ സന്തോഷമുള്ള കാര്യമാണെങ്കിലും നമ്മളെ വിഷമിപ്പിച്ച കാര്യമാണെങ്കിലും ഇനി എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനതിൽ ഓരോ വർഷം ഉള്ളതും എഴുതി വെക്കാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരു വർഷത്തിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ തന്നെ അടുത്ത വർഷം നമ്മൾ വിചാരിച്ചതിനേക്കാളും ഹാപ്പി ആയിരിക്കും നമ്മളെ ലൈഫ്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ലൈഫ് ജേർണിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ അത്രയും തകർന്നിരുന്നൊരു സമയത്ത് എങ്ങനെയാണ് നമ്മളത് കടന്നു പോയത്, ഇപ്പോൾ നമ്മളെവിടെ എത്തി നിൽക്കുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ജേർണലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് നമ്മളെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കാം. ഈ 2025 മുതൽ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ ഗോൾസായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ലവ്ഡ് വൺസ്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ഹസ്ബൻഡ്, നമ്മളെ കുട്ടികൾ, നമ്മളെ പാരൻസ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ ഹസ്ബൻഡോ അല്ലെങ്കിൽ പാരൻസോ ഒന്നും നിങ്ങളെ അടുത്തില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് അവരുമായിട്ട് ഫോണിൽ സംസാരിക്കാനെങ്കിലും കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തുക. അടുത്തൊരു കാര്യമാണ് പ്രയോറിറ്റൈസ് കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ട്. നമ്മളെ റിലേഷൻഷിപ്പിൽ പരസ്പരം ദയയും അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ടാവണം. അതിപ്പോൾ നമ്മളെ ഹസ്ബൻഡിനെ ആയാലും നമ്മളെ പാരൻസിനെ ആയാലും നമ്മളെ മക്കളെ ആയാലും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. തിരിച്ച് അവരുടെ ഭാഗത്തു നിന്ന് നമുക്കും സപ്പോർട്ട് കിട്ടണം. എന്നാലാണ് ആ ബന്ധം നല്ല അടിപൊളിയായിട്ട് പോവുള്ളൂ. പിന്നെ നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് നമുക്കും അവരുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടാവും. അടുത്തത് ലവ് ആൻഡ് കെയർ. നമ്മളെ റിലേഷൻഷിപ്പിൽ സ്നേഹത്തിനും കരുതലിനും പ്രാധാന്യം കൊടുക്കുക. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബന്ധവും നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നൊരു അഭിനയം മാത്രമായി പോവും. അടുത്തത് ഔട്ടിംഗ് വിത്ത് ഫാമിലി. നമ്മളെ ഫാമിലിയുടെ കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോവുക. നമ്മൾ സ്ത്രീകൾ എപ്പോൾ വേണമെങ്കിലും പുറത്ത് പോകാൻ റെഡി ആയിരിക്കുമല്ലേ. പക്ഷേ നമ്മളെ കൊണ്ടുപോവേണ്ട നമ്മളെ ഹസ്ബൻഡോ അതല്ലെങ്കിൽ നമ്മളെ പാരൻസോ ആയിരിക്കും ബിസി. അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക, ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പുറത്ത് കൊണ്ടുപോകാനും നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാനും ഒക്കെ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ലോങ്ങൊന്നും പോവണ്ട. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുമല്ലോ ഒരുപാട് സ്ഥലങ്ങൾ, ബീച്ചോ പാർക്കോ അങ്ങനെ എവിടെയെങ്കിലും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഒരുമിച്ച്
ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാലും നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് മനസ്സിലാവും. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൻ്റെ കാര്യമാണ്. എപ്പോഴും നമ്മളെ ആരോഗ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. മിക്ക ആളുകൾക്കും സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ മടിയുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആരോഗ്യം ഉണ്ടെങ്കിലേ ആർക്കും പ്രിയപ്പെട്ടവരാവുള്ളൂ. അതുകൊണ്ട് നമ്മളെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ നേരത്തെ എണീക്കുന്നതിൽ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വേക്കപ്പ് ഏർലി മോർണിംഗ്. നേരത്തെ എണീക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. ഇതിൽ കൂടുതൽ ആളുകളും സുബഹിക്കും തഹജ്ജുദിനും ഒക്കെ എണീക്കുന്നവരായിരിക്കും. അതല്ലാത്തവർ രാവിലെ എണീക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ നേരത്തെ എണീക്കാനുള്ള അലാം സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എണീക്കാൻ ശ്രമിക്കുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളൊരു 2 ആഴ്ചയൊക്കെ ഒരേ ടൈമിൽ എണീക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സമയമായാൽ എണീക്കും. അടുത്തത് ഞാൻ എഴുതിയിട്ടുള്ളത് 6 hours ഓഫ് സ്ലീപ്പ് ഈച്ച് നൈറ്റ്. ചുരുങ്ങിയത് നമ്മൾ എല്ലാ ദിവസവും 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. മൊബൈലിലൊക്കെ നോക്കിയിരുന്നിട്ട് നമ്മൾ ഒരുപാട് ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് രാവിലെ എണീക്കാനും മടി തോന്നുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ 2025 മുതൽ നിങ്ങൾ ഒരു കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ രാവിലെ എണീക്കുന്നതിലും നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക. ഈ 2 സമയത്തിലും നമുക്ക് ചുരുങ്ങിയതൊരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള ടൈം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നമ്മളെ ഹെൽത്തിനെ ആയിരിക്കും ബാധിക്കുക. ഇനി അടുത്തത് ഞാൻ എഴുതിയിട്ടുള്ളത് ഡു ദി എക്സസൈസ് അറ്റ്ലീസ്റ്റ് 10 minutes. നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോറിൽ തന്നെ ഒരുപാട് ആപ്പ് ഉണ്ട് എക്സസൈസിൻ്റെതൊക്കെ. അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക. അടുത്തതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വാക്ക് ഡെയിലി 20 minutes. നമ്മൾ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ നമുക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അതിലൊരു 20 മിനിറ്റെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തുക. അതല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ സ്റ്റെപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്റ്റെപ്പൊന്ന് കുറച്ച് നേരം ഒന്ന് കയറി ഇറങ്ങിയാലും മതി. അടുത്തത് ഫോളോ ഹെൽത്തി ഡയറ്റ്. എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. എനിക്ക് ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയുള്ള ഫുഡൊന്നും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ നമ്മളെന്നും കഴിക്കുന്നതിനേക്കാളും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അങ്ങനെ കഴിക്കാതെ കുറച്ച് മാത്രം കഴിക്കുക. അങ്ങനത്തെ ഒരു ഡയറ്റാണ് ഞാനിപ്പോൾ ഈ എഴുതിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടി കഴിക്കും. സാലഡ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് സ്റ്റാർട്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തത് ഡ്രിങ്ക് മോർ വാട്ടർ ഡെയിലി. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് നല്ല മടിയൊക്കെ തന്നെ ആയിരിക്കും. എനിക്കിവിടെ നല്ല മടിയാണ് ഇപ്പോൾ വെള്ളം കുടിക്കാൻ. ഞാൻ എപ്പോഴെങ്കിലും ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, ഉച്ചയ്ക്ക് ലഞ്ചിന് അങ്ങനെയുള്ള ടൈമിൽ മാത്രമേ വെള്ളം കുടിക്കുന്നുള്ളൂ. അതൊന്നും നമ്മൾ ഹെൽത്തിന് നല്ലതല്ല എന്നറിയാം. ഇൻഷാ അല്ലാ എല്ലാം ശരിയാക്കണം. അടുത്തത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഗോൾസിനെ കുറിച്ചിട്ടാണ്. ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ ലൈഫിനെ നന്നായി ബാധിക്കുന്നൊരു കാര്യമാണ്. കാരണം എന്തിനും ഏതിനും പണം വേണം. ക്യാഷ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. നമ്മളെ സമാധാനത്തിനെയും സ്വസ്ഥതയും ഒക്കെ ബാധിക്കുന്നൊരു ഘടകം കൂടിയിട്ടാണ് ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ 2025 എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ആദ്യം തന്നെ വേണ്ടത് ടു ക്രിയേറ്റ് മന്ത്ലി ബഡ്ജറ്റ്. നമ്മളൊരു ബഡ്ജറ്റ് പ്ലാനർ റെഡിയാക്കുക. അപ്പോൾ മാസാവസാനമൊക്കെ ആയാലും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ക്യാഷ് അധികമായിട്ട് ചിലവാകുന്നതെന്നും എത്രയാണ് നമുക്ക് ഓരോ മാസവും സേവ് ചെയ്യാൻ പറ്റുന്നതെന്നും അങ്ങനെയൊക്കെ നമുക്ക് എല്ലാം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു പ്ലാനർ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് പ്ലാനർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അറിയുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ബഡ്ജറ്റ് പ്ലാനർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാം.
അടുത്തത് സേവ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് യുവർ ഇൻകം. നിങ്ങളെ വരുമാനത്തിൻ്റെ ഒരു 20% എങ്കിലും സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ സേവിങ്സിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് നിങ്ങൾ മാറ്റി വെച്ചതിൻ്റെ ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾ ക്യാഷ് ചിലവാക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു സേവിങ്സ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളെ കയ്യിൽ തന്നെയുള്ള ക്യാഷ് എടുത്തിട്ട് ആ കാര്യങ്ങൾ നടത്തിയെടുക്കലാണ്. അടുത്തത് അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസസ്. അനാവശ്യമായിട്ടുള്ള ചിലവുകളൊന്നും വരുത്താതിരിക്കുക. അതായത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ക്യാഷ് അങ്ങനെ ചിലവാക്കാതിരിക്കുക. അടുത്തത് ഗീവ് ചാരിറ്റി. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം ചാരിറ്റിക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ സ്വതക്ക ചെയ്യുക. അതിപ്പോൾ ഒരുപാട് ഒന്നും വേണ്ട. നിങ്ങളെ കയ്യിലിപ്പോൾ എല്ലാ മാസവും 100 രൂപയാണോ കൊടുക്കാനുള്ളതെങ്കിൽ അങ്ങനെ മുടങ്ങാതെ എല്ലാ മാസവും നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ല നിയ്യത്തോട് കൂടിയിട്ട് സ്വതക്ക ചെയ്യുക. അതിൻ്റെ പ്രതിഫലം എന്തായാലും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കിട്ടും. ഈ സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്കിപ്പോൾ വരാനിരിക്കുന്ന അപകടങ്ങളോ ആപത്തുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സ്വതക്ക ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കൊണ്ട് എല്ലാം നീങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ 100 രൂപ ഇല്ലെങ്കിൽ 50 രൂപ ആയാലും ഇനിയിപ്പോൾ 10 രൂപ ആയാലും കുഴപ്പമില്ല, ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ സ്വതക്ക ചെയ്യുക. നമ്മൾ കൊടുക്കുന്നത് എത്രയെന്നുള്ളതല്ല, നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രയറിൻ്റെ കാര്യമാണ്. നമ്മളെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രയർ. അപ്പോൾ പ്രയറിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഗോൾസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം ക്ലോസർ ടു അള്ളാഹ്. അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക. അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ നമുക്കൊന്നിനും പറ്റില്ല. എന്ത് കാര്യമാണെങ്കിലും അള്ളാഹു വിചാരിച്ചെങ്കിൽ മാത്രമേ ഏതൊരു കാര്യം നമുക്ക് നടന്നു കിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യം ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് അത്രയും അടുക്കണം. അള്ളാഹുവിന് വേണ്ടിയിട്ട് നിസ്കരിക്കുക, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണ് നമ്മൾ അള്ളാഹുവുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അടുത്തത് പ്രേ ദ 5 times പ്രയർ കറക്റ്റ്ലി. 5 വഖത്ത് നിസ്കാരം നിങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തുടർന്ന് അങ്ങോട്ടും യാതൊരു മടിയും കൂടാതെ നിസ്കരിക്കുക. അതല്ല നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഓരോ മടി വന്നിട്ട് നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കും, എന്നിട്ട് പിന്നെ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇനി മുതൽ കൃത്യമായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുള്ള ടിപ്സൊക്കെ ഞാനിനി ഓരോ വീഡിയോസിൽ പറയാം. ആ ഒരു ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ പറ്റും. അടുത്തത് പ്രേ തഹജ്ജുദ് ആൻഡ് ളുഹ. നിങ്ങൾക്കറിയുന്നുണ്ടാവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 2 സുന്നത്ത് നിസ്കാരങ്ങളാണ് തഹജ്ജുദും ളുഹായും. ഇത് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ആ നേട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങളിതുവരെയും തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ച നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് തഹജ്ജുദ് നിസ്കരിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തഹജ്ജുദ് ഒരിക്കലും ഉപേക്ഷിക്കില്ല. അടുത്തത് റീഡ് ഖുർആൻ ഡെയിലി അറ്റ്ലീസ്റ്റ് 2 pages. നമ്മളെല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈമില്ലെങ്കിലും ഒരു 2 പേജെങ്കിലും ഡെയിലി ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. 2 പേജൊക്കെ ഓതാൻ വെറും 5 മിനിറ്റ് സമയമേ വേണ്ടുള്ളൂ. നമുക്ക് എത്രയോ സമയം നമ്മൾ ഫോണിൽ കളിച്ചിട്ടും അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ ആയിട്ട് കളയുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ആ ഒരു സമയം നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടുന്നൊരു സമയമായിരിക്കും. പറ്റുന്നവരൊക്കെ ഖുർആൻ ഖത്തം തീർക്കുക. എല്ലാ മാസവും പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എപ്പോഴും ഖുർആൻ ഓതുന്നവരാണെങ്കിൽ ഖത്തം തീർക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ വല്ലപ്പോഴും ഖുർആൻ ഓതുന്നവരാണെങ്കിൽ ആദ്യമൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളത് ഓതിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും. അപ്പോൾ ഖത്തമുൽ ഖുർആൻ ഓതുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നില്ല.
അടുത്തത് ഞാൻ എഴുതിയിട്ടുള്ളത് സ്വലാത്തിന് ദിക്ർ. നമ്മളെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ധാരാളം സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ ചൊല്ലുക. പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് ഫാസ്റ്റിങ്ങിൻ്റെ കാര്യമാണ്. ഫാസ്റ്റിംഗ് എവറി മൺഡേ ആൻഡ് തേഴ്സ്ഡേ. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ എല്ലാ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രയറിൻ്റെ കാര്യത്തിൽ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് എഴുതുന്നത് ഞാൻ ഒരിക്കലും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഡോണ്ട് ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതായത് ഈ 2025 എന്നല്ല, ഇനി മുതൽ നമ്മളത് ഒരിക്കലും ചെയ്യില്ല എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. ഇത് എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കില്ല. നിങ്ങളത് എന്താണോ അത് നിങ്ങൾ എഴുതുക. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുള്ളത് ഡോണ്ട് ഹേർട്ട് എനി വൺസ് ഹാർട്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് നമ്മൾ വേദന കൊടുക്കാതിരിക്കുക. ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ചുരുക്കി പറയുന്നു മാത്രം. അടുത്തത് ഡോണ്ട് ലൈ ആൻഡ് ഡോണ്ട് ചീറ്റ് എനി വൺ. നമ്മൾ നുണ പറയാതിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക. ചെറിയ കാര്യങ്ങൾക്കോ വലിയ കാര്യങ്ങൾക്കോ തമാശക്കാണെങ്കിൽ പോലും നിങ്ങൾ നുണ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആരോടും ചതി, വഞ്ചന ഇതൊന്നും കാണിക്കാതിരിക്കുക. അടുത്തത് അവോയ്ഡ് ലേസിനെസ്. മടി ഒഴിവാക്കുക. ഈ മടി കാരണമാണ് നമുക്ക് ഏതൊരു കാര്യം വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തത്. ഈ മടി, അലസത ഇതൊക്കെ മാറിയാൽ തന്നെ നമ്മളെ ലൈഫ് നല്ല പ്രൊഡക്റ്റീവായി മാറും. ഏതൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുക. അത് പിന്നേക്ക് മാറ്റി വെക്കാതിരിക്കുക. അങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് നമ്മൾ ലൈഫ് തന്നെ ഒരു ഒരു അടുക്കും ചിട്ടയില്ലാത്ത ലൈഫായി മാറുന്നത്. അടുത്തത് ഡോണ്ട് സ്കിപ്പ് ഓർ ഡിലേ ദ 5 times പ്രയർ. അതായത് 5 വഖത്ത് ഫർള് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ നിസ്കാരം ഖളാ ആയി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം മടി തന്നെയായിരിക്കും. അപ്പോൾ ഇനി മുതൽ നിസ്കാരമൊക്കെ കറക്റ്റായിട്ട് നിസ്കരിക്കുക. മടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. നമ്മൾക്ക് മടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മളെ മൊബൈൽ ഫോൺ തന്നെയാണ്. മൊബൈൽ ഫോണിൽ നമ്മൾ ഓരോ വീഡിയോസും റീൽസും ഒക്കെ കാണുമ്പോൾ ടൈം പോകുന്നത് അറിയേയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2025 മുതൽ മൊബൈലിൽ കാണുന്നതിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് കുറക്കുക. അഥവാ കാണുന്നുണ്ടെങ്കിൽ തന്നെ നല്ല നല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ 2025 ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഗോൾസ്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. കാരണം എല്ലാവരുടെ ഗോൾസും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്, സോറി. ഞാൻ എത്രത്തോളം ചുരുക്കാൻ പറ്റുന്നോ അത്രത്തോളം ചുരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലെങ്തി ആയി പോയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.